ആപ്കി അദാലത്തിൽ ഗസലിന്റെ രാജാവ് ഗുലാം അലിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഗസലിന്റെ മുന്നേറ്റത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മല്ലിക പുഖരാജിന്റെ മകൾ താഹിറ സഹീദ് അതെ പറയൂ. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഗസൽ 2 സ്ഥലത്തും കൊല്ലുകയാണെന്നാണ്. അങ്ങനെയൊന്നുമല്ല, ഈ കാര്യം ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ നടക്കുമായിരുന്നെങ്കിൽ ഞാൻ 24 മണിക്കൂറും ഫുൾ ബിസി ആയേനല്ലോ. ഞാൻ അമേരിക്കയിൽ ഒരു 2.5 അല്ലെങ്കിൽ 1.5 മാസമോ ഗസൽ മാത്രമാണ് പാടിയത്, വേറെ ഒരു പാട്ടും പാടിയിട്ടില്ല ഇതുവരെ. അവർ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പാകിസ്ഥാനിൽ ഏതെങ്കിലും ഒരു കുട്ടി ഗസലിൽ താല്പര്യം കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സൂഫിയിൽ താല്പര്യം കാണിക്കുകയാണെങ്കിൽ അവരെയൊക്കെ ചെരുപ്പുകൊണ്ട് അടിക്കണമെന്നാണ് പറയുന്നത്. അതായത് നമ്മളെ അധികം അഭിനന്ദിക്കുന്ന ആൾക്കാരെ കണ്ടാൽ ഗസലില് ഈ ഗസലും സൂഫിയും അധികം പാടുന്നവരായിരിക്കും അവര് അഭിനന്ദിക്കുന്നത് കൂടുതൽ. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ തന്നെയാ പല ചാനൽസിലും നിങ്ങൾ നോക്കുവാണെങ്കിൽ അതില് ഞാൻ ജഡ്ജായിട്ടും വന്നിട്ടുണ്ട്, പാടുന്ന പിള്ളേർക്ക് മാർക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലുണ്ട്. പക്ഷേ താങ്കൾ ഗസൽ പാടുന്നവർ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? എന്റെ സ്റ്റുഡൻസ് തന്നെ ഒരുപാട് പേരുണ്ട്, എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ പിള്ളേര് ഒരുപാട് പേര്. അവർക്ക് എല്ലാവർക്കും ഞാനിത് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഗസല് എങ്ങനെയാണ് പാടേണ്ടതെന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. ഇതിനൊരു അവസാനം. താങ്കളുടെ കയ്യിലുള്ള എല്ലാ കഴിവുകളും താങ്കളുടെ മക്കൾക്ക് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ? ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല. ഈ ലോകം മുഴുവനുള്ള എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരെയും നിങ്ങൾ ഒരുമിപ്പിച്ച് നോക്കുവാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരും പിന്നെ എൻ്റെ സ്റ്റുഡൻസും എൻ്റെ അടുത്ത് പഠിച്ചവര് മുന്നൊക്കെ ഞാൻ ടേപ്പ് റെക്കോർഡ് ചെയ്താണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് ഇങ്ങനെയാണ് പാടേണ്ടത്, ഇങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത്. എൻ്റെ പാട്ട് മാത്രമല്ലാണ്ട് എല്ലാ ഗസലും ഞാൻ കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. അതൊക്കെ കേട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ ഗുരുവിന്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി ബക്കറ്റിൽ വെള്ളം വരെ പിടിച്ചോണ്ട് തീർച്ചയായിട്ടും ചെയ്യും. ഞാൻ വൃത്തിയാക്കി. സത്യമാണ്. അന്ന് എനിക്കൊരു 12-13 വയസ്സേ ഉള്ളൂ. എൻ്റെ ഉസ്താദിന്റെ അടുത്ത്, എൻ്റെ ഉസ്താദ് ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ, ബലേ ഗുലാം അലി സാറാണ്. അദ്ദേഹത്തിന്റെ അനിയൻ ഉസ്താദ് ബർഗത്ത് അലി ഖാൻ, അദ്ദേഹത്തിന്റെ അനിയൻ മുബാറക് അലി ഖാൻ സാറ്. അദ്ദേഹത്തിന്റെ ഒപ്പം ഞാൻ ലാഹോറിലുണ്ടായിരുന്നു ഒരു 12-13 വയസ്സ് വരെ. 24 hours വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയത് പോലും ഇല്ലായിരുന്നു. ഇതാണ് സത്യം. ഇങ്ങനത്തെ സ്റ്റേജിൽ വന്ന് നുണ പറയാൻ പാടില്ലല്ലോ അല്ലേ? അപ്പോ അവിടെ എത്രത്തോളം കഷ്ടപ്പെട്ടു? എത്രത്തോളം കഷ്ടപ്പാടെന്ന് പറയാൻ പറ്റില്ല. അവര് പറയുന്നല്ലേ ചെയ്തല്ലേ പറ്റുള്ളൂ. ഒരുപാട് കഷ്ടമുണ്ടായിരുന്നു ഒരു 12-13 വയസ്സ് വരെ. ഞാൻ നല്ല മനസ്സോടെയാണ് ചെയ്തത്. അന്ന് കഷ്ടപ്പെട്ടത് കൊണ്ട് ഇന്ന് എനിക്ക് അതിനുള്ള ഫലം കിട്ടിയിട്ടുണ്ടല്ലോ. അവിടെ എന്താണ് റൊട്ടീനായിട്ട്? റൊട്ടീൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ കാലത്ത് നോക്കുവാണെങ്കിൽ പിന്നെ ഒരു 7-8 മണി രാവിലെ വരെ നോക്കുവാണെങ്കിൽ പിന്നീട് രാത്രി ഒരു 11-12 മണി വരെ പണി എടുത്തോണ്ടേ ഇരിക്കും. അവരെ കാണാനായിട്ട് കൂട്ടുകാരൊക്കെ വരും. നീ ഇപ്പൊ ബീഡ മേടിച്ചോണ്ട് വാ, നീ ഇപ്പൊ സിഗരറ്റ് മേടിച്ചോണ്ട് വാ, പിന്നെ അതാ ഇതാന്ന് പറഞ്ഞ് ഒരുപാട് പറയും. അവർ പറയുന്ന എല്ലാം ഞാൻ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് പാട്ടും കേൾക്കും. ഒരു മൂലയിൽ ഇരുന്നോണ്ട് ഇങ്ങനെ അവർ പാടുന്നതും കേട്ടോണ്ടിരിക്കും. ഉസ്താദ് പാടുന്നത് ഞാൻ കേൾക്കും. പിന്നെ അവര് റിഹേഴ്സൽ ചെയ്യുന്നതും ഇങ്ങനെ ഒരുപാട് അത് ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ കയറ്റി വെക്കും പതുക്കെ. അതായത് ചില ചാൻസ് കിട്ടും. അതിനുശേഷം എനിക്ക് എങ്ങനെയാ, അതായത് ചോദ്യം ചോദിക്കാനായിട്ട് എങ്ങനെയാ പാടുന്നേ. ഏറ്റവും ഇളയവര് മുബാറക് അലി ഖാൻ സാറ്. അതായത് എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ഒരു ദിവസം മുഴുവൻ ഇതായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസ് അങ്ങനെ ചെയ്യാറുണ്ടോ? ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസ് ഒക്കെ വന്ന് പറയുന്നത് 3 മാസത്തെ മ്യൂസിക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ്. ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ചെയ്യുന്ന തൊഴിൽ ഞാൻ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യും. ഇപ്പോൾ ഉള്ള പുതിയ ജനറേഷന് താങ്കൾ ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ താങ്കൾ എന്ത് പറയും? എന്റെ മെസ്സേജ് ഇതാണ്: സ്വരങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ വരത്തുള്ളൂ, വാക്കുകൾ മനസ്സിലാക്കിയാലേ വരുള്ളൂ. ഉദാഹരണം പറഞ്ഞെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു നല്ല കവിതയുണ്ട്. അതായത് അതിന് ഞാനൊരു മ്യൂസിക് ഇട്ടതാണ്. शहर सुनसान है किधर जाए खाक होकर कहीं बिखर जाए शहर सुनसान है. അതിങ്ങനെയാണ്. ആ വാക്കിലുള്ളത് നാട് അനങ്ങാണ്ടിരിക്കുമ്പോ ആ നാട് നോക്കുമ്പോ അത് ഭയങ്കര ക്വൈറ്റാണ്, അനങ്ങാണ്ടിരിക്കുവാണ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ആ ഫീൽ ആ സ്വരത്തിൽ കിട്ടണം നമുക്ക്. സ്വരത്തില്, അതായത് ഈ സ്വരത്തിനെ കുറിച്ച് അറിയുന്നവർക്ക് മാത്രമാണ് അതിനകത്തുള്ള ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. സർ, താങ്കൾ പറഞ്ഞത് ഈ ഗസൽ എന്നുള്ള കാര്യം പ്രേമത്തോടെ പാടണമെന്ന് പറഞ്ഞു, പ്രേമം ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞു. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഗസലിനെ കുറിച്ച് പറയണെങ്കിൽ സത്യത്തിൽ അത് കവിതകള് ആരാണോ നന്നായി മനസ്സിലാക്കുന്നത്, ആ കവിതയുടെ ഭംഗി എന്ന് പറയുന്നത് വേറെ എവിടെയും കിട്ടത്തില്ല. സർ, പൊതുവെ പറയാറില്ലേ ഒരാണിന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു പെണ്ണുണ്ടായിരിക്കും? ആ പറഞ്ഞത് സത്യമാണ്, ഞാൻ അത് സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ ആ കാര്യത്തിൽ നിന്ന് കുറച്ച് പിന്നോട്ടാണ്. അതായത് സർ, താങ്കൾ വളരെയധികം ബിസിയാണ്. ഇടയ്ക്കിടയ്ക്ക് താങ്കൾക്ക് വിദേശത്തേക്ക് പോകേണ്ടി വരും. അത്രയ്ക്ക് ബിസിയാണ് താങ്കൾ. സത്യമാണ്.
ചില സമയത്ത് താങ്കളുടെ ഫാമിലിയിലുള്ളവർക്കും താങ്കളോട് ദേഷ്യം കാണും. അവരങ്ങനെയൊക്കെ ദേഷ്യപ്പെടുമ്പോ ഫാമിലി എന്നെ ഇട്ടേച്ച് പോകാൻ തന്നെ തയ്യാറായിരിക്കുക. താങ്കളുടെ ഫാമിലി താങ്കളുടെ മേൽ ദേഷ്യപ്പെടുന്ന സമയത്ത് പറയേ, താങ്കൾ ഏത് ഗസലായിരിക്കും പാടുന്നത്? അവർക്ക് അതായത് ഒളിച്ചു വെക്കാതെ സത്യം ഞാൻ പറയും അവർക്ക് സർ. വേണ്ടി ഇതാ പാടും. फासिल ऐसे भी होंगे ये कभी सोचा न था. फासिल 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 ऐसे भी होंगे ये कभी सोचा न था. सामने बैठा था मेरे और वो मेरा न था. फासिल ऐसे भी होंगे. फासिल ദാ ഇങ്ങ്.